നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. രണ്ടാം കൃഷി നടക്കുന്ന പാടശേഖരങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകിയിരുന്ന നെൽവിത്ത് നാളിതുവരെ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. SNDP 727 നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും പഠനോപകരണ വിതരണ ചടങ്ങും നടത്തി. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടി മൺമറഞ്ഞ മുൻകാല നേതാക്കളെ അനുസ്മരിച്ചു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ നേതൃസമ്മേളനത്തിലാണ് മുൻകാല നേതാക്കളെ അനുസ്മരിച്ചത്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രണ്ടാം കൃഷി നടക്കുന്ന പാടശേഖരങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകിവരുന്ന നെൽവിത്ത് നാളിതുവരെ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. രണ്ടാം കൃഷി നടക്കുന്ന പാടശേഖരങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകിയിരുന്ന നെൽവിത്ത് നാളിതുവരെ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാടശേഖര ഭാരവാഹികൾ ആലപ്പുഴ ജില്ലാ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗം നടത്തി. NKSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA തോമസ്, കാർത്തികേയൻ കൈനഗിരി, PR സതീശൻ, വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതിക്കൽ, ഷാജി പൊങ്ങ, വേണു കാടുകയ്യാർ, പാടശേഖര ഭാരവാഹികളായ സന്തോഷ്, സജീവ്, ലാലിച്ചൻ, ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ യോഗത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ സൗജന്യ വിത്ത് എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. പാടം പറ്റിയിട്ട് ഇതുവരെ വിളയ്ക്കാനുള്ള വിത്ത് സർക്കാരിന് ലഭ്യമായിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ JDA കാണാൻ വന്നതാണ്. പക്ഷേ സാറ് സ്ഥലത്തില്ല, അതിൻ്റെ അസിസ്റ്റന്റിനെ കണ്ടു. പക്ഷെ അവരിപ്പോഴും വിത്ത് തരാം എന്ന് തരും എന്നൊരു ഉറപ്പില്ല. അങ്ങനെ അനന്തമായി നീണ്ടുപോയി കഴിഞ്ഞാൽ വില നടക്കുകയില്ല. വില നടക്കാതെ ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും എളുപ്പം കൊണ്ട് വന്നു കഴിഞ്ഞാൽ വിടങ്ങും നിൽക്കുകയില്ല. ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ മുതൽക്ക് വരും. അതുകൊണ്ട് എത്രയും വേഗം വിത്ത് ഇന്ന് മുതൽ തരാറുണ്ട്, ഇന്ന് മുതൽ തന്ന് ഞങ്ങളുടെ വിലയ്ക്കുള്ള ആവശ്യമായ ക്രമീകരണം ചെയ്യുന്നതിന് വേണ്ടി SNDP 727 നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുറക്കാട് പുന്തല 727 നമ്പർ SNDP ശാഖായോഗം സംഘടിപ്പിച്ച അനുമോദനവും പഠനോപകരണ വിതരണവും അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. എത്ര പുസ്തകം നമ്മൾ വായിച്ചാലും ആ പഴയകാല ജീവിതം അങ്ങനെയായിരുന്നു എന്നുള്ളത് അത്രയും ആഴത്തിൽ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യത്തിൽ പക്ഷേ പലരുടെയും മനസ്സിൽ കയറില്ല. ഈ നാട്ടിൽ ഒരുപറ്റം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർ അടിച്ചമർത്തപ്പെട്ടത്, അവർ അനുഭവിച്ച പ്രയാസത്തിന്റെ കാരണം ജാതിയായിരുന്നു എന്നുള്ളതാണ്. ജാതീയമായി വേർതിരിവിന്റെ ഭാഗമായി ഉണ്ടായ അടിച്ചമർത്തലായിരുന്നു ഈ കേരളത്തിന്റെ പോയകാല കേരളത്തിന്റെ ഒരു നേരായ ജീവിതം, സാമൂഹികമായ ജീവിതം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ പഠിപ്പിക്കുന്ന പാഠമാണ്. അതാകെ അങ്ങനെ വിശ്വസിച്ച് പോകേണ്ടതായിട്ടില്ല. നവോത്ഥാന കാലത്തിന്റെ ആ സന്ദർഭം സാമൂഹ്യമായി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉയർന്നു വരുന്ന ഈ കേരളത്തിന്റെ ജീവിതയാത്ര ആ മുദ്രാവാക്യങ്ങൾ അല്പം പോലും ചോർന്നു പോകാതെ പിന്നീട് ഉയർന്നു വന്ന ജനകീയ പ്രസ്ഥാനങ്ങൾ ആ മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുപോയതെല്ലാം ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ കേരളം ഇന്ന് കാണുന്ന പോലെ മാറി വന്നതെന്ന് കാണാം. അത് 18ാം നൂറ്റാണ്ടിൽ നോക്കിയാൽ കാണാം, 19ാം നൂറ്റാണ്ടിൽ നോക്കിയാൽ കാണാം. SNDP ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ശാഖായോഗം പ്രസിഡന്റ് N വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് A സുദർശനൻ സ്കോളർഷിപ്പ് വിതരണവും SNDP യൂണിയൻ കൗൺസിലർ G രാജേഷ് പഠനോപകരണ വിതരണവും നടത്തി. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഷിബു S പൊള്ളയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം V സജികുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ജയലത സതീഷ് കുമാർ, സെക്രട്ടറി സോമിനി രാജേന്ദ്രൻ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് ശരത് എന്നിവർ സംസാരിച്ചു. SNDP 727 നമ്പർ സെക്രട്ടറി G ജമിനി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടി മൺമറഞ്ഞ മുൻകാല നേതാക്കളെ അനുസ്മരിച്ചു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ നേതൃസമ്മേളനത്തിലാണ് മുൻകാല നേതാക്കളെ അനുസ്മരിച്ചത്.
കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടി മൺമറഞ്ഞ കർഷക നേതാക്കളായ മുൻ കരിമണ്ണൂർ MLA AC ചാക്കോ, മുൻ കർഷക യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് VC ചാക്കോ വെട്ടിച്ചിറ, മുൻ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന TS ജോൺ എന്നിവരെ കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ നേതൃത്വ സമ്മേളനത്തിൽ അനുസ്മരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ കർഷക ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആന്റണി കരിപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തി. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബോധപൂർവം മെന്റലി ഇല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധിയായ തലങ്ങളിൽ മാനുഷികമായ സാഹചര്യങ്ങളിൽ, സമൂഹത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബങ്ങളുടെ സാഹചര്യങ്ങളിൽ, തൊഴിലിടങ്ങളുടെ സാഹചര്യങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളുടെ സാഹചര്യങ്ങളിലൊക്കെയും നിരവധി മാനസികമായി തകർന്നു പോകപ്പെട്ടിരിക്കുന്നവരും തകർക്കപ്പെടുന്നവരുമുണ്ട്. നിരന്തരമായി നീതി നിഷേധിക്കപ്പെടുന്ന, സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരിലേക്കൊക്കെ നമ്മൾ ഇന്ന് സഭയ്ക്ക് വലിയൊരു കർത്തവ്യം, അവരെ തേടിപ്പിടിക്കാനും അവരെയൊക്കെ സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് സമഗ്രമായ ഒരു ആരോഗ്യത്തോടുകൂടെ, ഞാൻ പറയും ഉദ്ധിതന്റെ ചൈതന്യത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പാകത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സഭയ്ക്ക് ഒന്നാമതായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിവിധ മേഖലകളിലെ മാനസികമായി വിഷമത അനുഭവിക്കുന്നവരെയും നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ തേടിപ്പിടിച്ച് അത്തരക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ ഷിൻഡോ മാത്യു, ഡോക്ടർ സിസ്റ്റർ ജുവാൻ ചുങ്കപ്പുര, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, ഡോക്ടർ ബോബി, ഡോക്ടർ സിസ്റ്റർ റീമ ഗ്രേസ് എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് മാനസികാരോഗ്യ പ്രവർത്തകരുടെ കേരള റീജിയന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ നിരക്ക്, കുടുംബ വഴക്കുകൾ, കൗമാരം നേരിടുന്ന വെല്ലുവിളികൾ, മദ്യമയക്കുമരുന്നിന്റെ അതിപ്രസരം എന്നിവയെ സംബന്ധിച്ച് ഡോക്ടർ രോഹിണി വിരാതൻ, സിജി ആന്റണി, ഡോക്ടർ ജോസഫ് സക്കരിയ എന്നിവർ ക്ലാസ് നയിച്ചു. മാനസികാരോഗ്യ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100ഓളം പേർ പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചു. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി. അമ്പലപ്പുഴ MLA ചുസരാം പഠനോപകരണം വിതരണം ചെയ്തു. സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണ വിതരണം നടത്തി. അമ്പലപ്പുഴ MLA ചുസലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കാണുന്ന പോലെ ഒരു പരിമിതമായ വിദ്യാഭ്യാസം ഒരിക്കലും വിചാരിക്കുക. ഇന്ന് പെട്ടെന്നുള്ള ചിന്തയിൽ തോന്നുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം എങ്ങനെ നേടിക്കൊടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തിക്കണം. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞാണ്. അതിവേഗതയിലാണ് ഈ മാറ്റം ലോകം സംഭവിക്കുന്നത്. അപ്പൊ അവർ മുതിർന്ന് ജീവിക്കുന്ന സമയത്ത് അതുപോലെ വിദ്യാഭ്യാസം ഉള്ളവരായി നമ്മൾ മക്കളെ മാറുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം പോലെ അത്ര മികച്ച നിലയിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരാനുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നന്നായി വിദ്യാഭ്യാസം ജീവിക്കാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ നോക്കിയാൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ ധാരാളമാണ്. ആ കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരു നിലയൊന്നും പ്രശ്നമല്ല. സാമ്പത്തികമായ പ്രയാസവും കുടുംബമോ മെച്ചപ്പെട്ട കുടുംബ വ്യത്യാസവും ഇല്ലാതെ പാവങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ധാരാളമായി നന്നായി വിദ്യാഭ്യാസം നേടി പഠിക്കുന്ന കുട്ടികൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കുടുംബത്തിന്റെ നിലയൊന്നും പ്രശ്നമല്ല, കുട്ടികൾ നന്നായി പഠിക്കുന്നവരാണ്. 200 കുട്ടികൾക്ക് ബാഗ്, നോട്ട്ബുക്കുകൾ, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയാണ് ബാങ്കിന്റെ 2024-25 വർഷത്തെ ലാഭവിഹിതത്തിൽ നിന്നും വിതരണം ചെയ്തത്. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ഭഗീരഥൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷ S കവിത, ബാങ്ക് വൈസ് പ്രസിഡന്റ് P സുരേന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ S വാഹിദ്, K സോമനാഥപിള്ള, V ധ്യാനസുധൻ, PK ബൈജു, VN വിജയകുമാർ, K സുപ്രിയ, PS രാജേശ്വരി, സോഫിയ അഗസ്റ്റിൻ, കുമാരി മീനാമ്മ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KP സജി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം കൃഷി നടക്കുന്ന പാടശേഖരങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകിയിരുന്ന നെൽവിത്ത് നാളിതുവരെ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച്
നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. SNDP 727 നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും പഠനോപകരണ വിതരണ ചടങ്ങും നടത്തി. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടി മൺമറഞ്ഞ മുൻകാല നേതാക്കളെ അനുസ്മരിച്ചു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ നേതൃസമ്മേളനത്തിലാണ് മുൻകാല നേതാക്കളെ അനുസ്മരിച്ചത്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.